ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഇഞ്ചിപ്പുളി മേക്കിംഗ് റെസിപ്പി വീഡിയോ ഉണ്ട് ഗായ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി, ചോപ്പ് ചെയ്ത ഗാർലിക്, ചോപ്പ് ചെയ്ത ഗ്രീൻ ചില്ലിയും കറി ലീവ്സും ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഫെനുഗ്രിക് സീഡ്സ് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. അതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ അത് മാറ്റിയിട്ട് ആ പാനിൽ കുറച്ച് അരി ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അധികം നേരം റോസ്റ്റ് ചെയ്യണം. ഇത് നമുക്ക് മിക്സി ജാറിലിട്ട് ഈ ഫെനുഗ്രിക് സീഡും റൈസും കൂടെ പൊടിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അത് മാറ്റി വയ്ക്കുക പൊടിച്ചിട്ട്. എന്നിട്ടൊരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കടുകിലേക്ക് കറിവേപ്പിലയും പിന്നെ ഗ്രീൻ ചില്ലിയിലെ ഉണങ്ങിയ ഗ്രീൻ ചില്ലി, ഉണക്കമുളക് അതുകൂടെ ഇടുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത ജിഞ്ചർ കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് നല്ല വാടുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും, കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. നന്നായിട്ട് അത് എല്ലാം പാടെ നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നല്ല വാടണം കേട്ടോ ഗൈസ്. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് വേണ്ട അത്ര ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. നല്ല രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ ടാമറിൻ വാട്ടറില്ലേ, പുളിവെള്ളം, അത് നമ്മൾ ഫിൽട്ടർ ചെയ്യണം. അത് നമ്മൾ അത് നാരൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ആഡ് ചെയ്യണം. ആ വെള്ളം കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെ കൂടെ അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കും. ഇത് നന്നായി തിളയ്ക്കുമ്പോൾ പൊടിച്ച് വെച്ച ജാഗരി ഇല്ല, വെല്ലം, അതുകൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ല ഒരു പൊടി, അതുകൂടെ ഇതിനോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ജാഗരി മെൽറ്റ് ആവുന്ന വരെ നന്നായിട്ട് ഇത് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ് കേട്ടോ ഗായ്സ്. ഇനി ഇതേപോലത്തെ റെസിപ്പിക്ക് വേണ്ടി സബ്സ്ക്രൈബ് മോർ.